ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. രാവിലെ തന്നെ അരി അരച്ച് അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമാണ്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയൊന്നും ഉള്ള ഒരു കാര്യവും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാൻ 1.5 കപ്പ് പച്ചരി തലേ ദിവസം രാത്രിയിൽ ഒന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ നമുക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് അരി നന്നായിട്ട് കുതിർത്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്തിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയ ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അരച്ചെടുക്കുമ്പോഴേ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരുപാട് കൂടുതലായി പോകും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരയ്ക്കുമ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ അരി നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരിയും തേങ്ങയും കൂടി ചേർത്ത് നല്ലതായിട്ട് ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളത് അരച്ചെടുക്കാൻ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇനി നമുക്കത് 2 മിനിറ്റ് പോയിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2-3 പച്ചമുളക് ദാണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും, അതുപോലെ കുറച്ച് സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. സവാളയൊക്കെ വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ട് ആ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ എണ്ണയും എല്ലാം കൂടെ ചേർത്ത് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇതുപോലെ കടുക് താളിച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ കടുക് വറുത്തപ്പോഴേ ഇതിനകത്തുള്ള ആ എണ്ണയെല്ലാം നമ്മുടെ ആ മാവിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൽ കൂടുതലും ടേസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതേപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീൻസും അതുപോലെ തന്നെ കോളിഫ്ലവറും ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി ഞാനതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കട്ടയായിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം.
നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു കാര്യവും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും വെക്കുന്നില്ല. നമ്മൾ അരി അരച്ചിട്ട് ഇത് അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ കായപ്പൊടി നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പച്ചക്കറികളും ഇത് എല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാവിൻ്റെ ആ ഒരു പരുവം ഈ ഒരു രീതിയിൽ മാത്രമേ ആകാവൂ. ഒരുപാട് ലൂസും ആയി പോകരുത്, അതേപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആയി പോകരുത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചേർക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്തത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കണം. നമ്മൾ സാധാരണ ദോശ പരത്തിയെടുക്കുന്ന പോലെ ഇത് പരത്തിയെടുക്കാൻ കഴിയില്ല. കാരണം നമ്മളിതിനകത്ത് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ തവി കൊണ്ട് പതുക്കെ ഇതുപോലൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്ന് വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട്. ആ മുകൾ വശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചട്ടുകം കൊണ്ട് ഇതേപോലെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ കുക്കായിട്ട് വരും. അതേപോലെ തന്നെ ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതാ കണ്ടില്ലേ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ഇതേപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നും നമ്മൾ ഇതേപോലെ ദോശയും ഇഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. ഒരു 3-4 മണിക്കൂർ അരി കുതിർത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാണ്ട് അടുത്തത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുക്കാതെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരി അരച്ച് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദോശയാണിത്. ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. കറികളൊന്നും കൂടാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിനകത്ത് പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മൾ കടുക് താളിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ കുട്ടികൾ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.